ഉണ്ട്. അവർ നൽകുന്നതായ നിർദ്ദേശങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ പരിപാടി അനുഗ്രഹപ്രദമാക്കുവാനായിട്ട് ഏവരും സർവാത്മന ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദേവാലയ കൂദാശയുടെ ഭാഗമായി ഇവിടെ നടക്കുന്ന കല്ലിടിയിൽ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾ അതിനുള്ളതായ ബാഡ്ജ്യം, ചെപ്പിൽ നിക്ഷേപിക്കുവാനുള്ളതായ കുന്തിരിക്കം കല്ല് എന്നിവ ക്രിസ്തുമായിലേക്ക് കടന്നു വന്ന് അത് സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വന്നിയ മോൺസിഞ്ഞോർ ജോസഫ് മക്കരായിൽ, വെരി റവർ ഫാദർ ജോസഫ് കുരുവിള OIC, മദർ സുഹൃത SIC, മിസ്റ്റർ MM മത്തായി മുള്ളൻ മുരിപ്പേൽ, അഡ്വക്കേറ്റ് PJ എബ്രഹാം മണ്ണാരക്കുളഞ്ഞി, മിസ്റ്റർ ശ്രീമതി ഷീല എബ്രഹാം ആഞ്ഞിരികുന്ന്, മിസ്റ്റർ ചെറിയാൻ ചെന്നീർക്കര, മിസ്റ്റർ CP ഈപ്പൻ അമരഗിരി, മിസ്റ്റർ ലിജു ജോർജ്, മിസ്റ്റർ ജോസഫ് മേലേക്കൂറ്റ്, മിസ്റ്റർ ജോൺ വർഗീസ് എന്നിവരായിരിക്കും കല്ലിടിയിൽ കർമ്മത്തിൽ പങ്കെടുക്കുക. കുന്തിരിക്കം നിക്ഷേപിക്കുന്ന നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ വന്യ മോൺസിഞ്ഞോർ ചാക്കോ തടത്തിൽ, വന്യ സാമുവേൽ തൈക്കൂട്ടത്തിൽ റമ്പാൻ, റവറൻഡ് ഫാദർ ജോൺ വട്ടപ്പറമ്പിൽ OIC, മിസ്റ്റർ ജോസ് മാത്യു, ശ്രീമതി റോസ്ലിൻ, മിസ്റ്റർ ജോസഫ് ചെറിയാൻ, മിസ്റ്റർ ഷിജോ വി വർഗീസ്, മിസ്റ്റർ ദർശൻ ജേക്കബ്, ശ്രീമതി മറിയാം ജോർജ്, മിസ്റ്റർ ലാഡി ജേക്കബ്, മിസ്റ്റർ സജു, മിസ്റ്റർ PM ജോൺ പൗവത്ത് എന്നിവരായിരിക്കും കുന്തിരിക്കം നിക്ഷേപിക്കൽ കർമ്മത്തിൽ പങ്കെടുക്കുക. ഇവരെ ശുശ്രൂഷയുടെ സമയത്ത് ദേവാലയത്തിന്റെ മധ്യഭാഗത്തായി 2 ലൈനായി നിന്ന് പേര് വിളിക്കുന്ന ക്രമമനുസരിച്ച് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്ന നിയോഗം പ്രാർത്ഥനാപൂർവ്വം പൂർത്തിയാക്കണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ദേവാലയത്തിന്റെ പടിഞ്ഞാറ് വാതിക്കൽ ആരാധനാപരമായ സ്വീകരണം നൽകിയ ശേഷം അഭിനയ പിതാക്കന്മാരായിരിക്കും ആദ്യം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. ദേവാലയ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്കിൽ അഭിനയ പിതാക്കന്മാര് തിരി കത്തിച്ച ശേഷം അവർ ക്രിസ്തുമായിലേക്ക് എത്തുകയും 9 മണിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നതായിരിക്കും. കൂദാശ കർമ്മങ്ങൾക്ക് ശേഷം കൂദാശയ്ക്ക് ശേഷം കത്തീഡ്രൽ കൂദാശയുടെ പൊതുസമ്മേളനവും ദേവാലയത്തിൽ വെച്ച് തന്നെ നടക്കുന്നതായിരിക്കും. അഭിനന്ദിയ പിതാക്കന്മാരും വിശിഷ്ടാതിഥികളും ഉടൻ തന്നെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിച്ചേരും എന്നതിനാൽ ഈ ദേവാലയത്തിലും ദേവാലയ പരിസരത്ത് നിൽക്കുന്ന ആളുകൾ എല്ലാവരും റിംഗ് റോഡിലേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വിശിഷ്ട അതിഥികൾക്ക് ഹാരമണിയിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ സ്വീകരണത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരികയും ഹാരാർപ്പണത്തിന് ശേഷം വിശ്വാസികൾ റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് മാറി നിൽക്കുകയും വിശിഷ്ട അതിഥികൾക്ക് കടന്നു വരുവാനുള്ള സ്ഥല സൗകര്യം വോളണ്ടിയേഴ്സ് ക്രമീകരിക്കുകയും ചെയ്യണം. അഭിനയ പിതാക്കന്മാരെ ദേവാലയത്തിൽ പ്രവേശിച്ച ശേഷം മാത്രമേ വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാവൂ. വന്യ കോറപ്പിസ്കോപ്പമാർ, റംബാൻമാർ, ജനറൽമാർ, പ്രൊഫഷണൽമാർ എന്നിവർക്ക് ക്രിസ്തുമായിൽ പ്രത്യേക ഇരിപ്പിടം ക്രമീകരിച്ചിട്ടുണ്ട്. കൂദാശ സമയത്ത് അവർക്ക് ആ ഇരിപ്പിടം സ്വീകരിക്കാവുന്നതാണ്. അഭിനയ തിരുമേനിമാര് മാത്രമേ മദ്ബഹായിൽ നിലകൊള്ളുകയുള്ളൂ എന്ന കാര്യം കൂടെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഹാരാർപ്പണത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ മാത്രമേ സ്വീകരണത്തിന്റെ മുൻനിരയിൽ നിൽക്കാവൂ. ബാക്കിയുള്ളവരെല്ലാം ഏറ്റവും മുന്നിലായി പിടിച്ചിരിക്കുന്ന കുരിശിന്റെയും മെഴുകുതിരിയുടെയും മുത്തുക്കുടയുടെയും പിറകിലായിട്ടായിരിക്കണം നിലകൊള്ളേണ്ടത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്.